ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആഗമനകാലം 4-ാം ഞായർ, ലൂക്ക 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ് നാം വിചിന്തനം ചെയ്യുന്നത്. ഈ വചനഭാഗം മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതാണ്. മംഗളവാർത്ത സ്വീകരണത്തെ തുടർന്ന് മറിയം തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കുന്നു. മറിയം താമസിക്കുന്ന ഗലീലിയിലെ നസ്രത്തിൽ നിന്നും എലിസബത്ത് താമസിക്കുന്ന യൂദയായിലെ എൻകരേം എന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ 4 ദിവസത്തെ നടപ്പ് ദൂരമുണ്ട്. ആയതിനാൽ മറിയം ഒരു യാത്രാ സംഘത്തെ അനുഗമിച്ചിട്ടുണ്ടാകാം. 4 ദിവസം നടന്ന് ഉള്ള യാത്ര. ഇത്രയും ക്ലേശകരമായ ഒരു യാത്രയ്ക്ക് ശേഷമാണ് മറിയം എലിസബത്തിനെ കാണുന്നത്. ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിൽ മാനുഷികമായ ക്ലേശങ്ങളും പദ്ധതികളും വിലങ്ങുതടിയല്ല. ബന്ധുവിനെ കാണാൻ മാത്രമായിരുന്നില്ല മറിയം ഇത്ര പ്രയാസമേറിയ വഴിയിലൂടെ തിടുക്കത്തിൽ യാത്ര ചെയ്തത്. എലിസബത്തിൻ്റെ ഗർഭവാർത്തയിലൂടെ സൂചിതമായതും തന്നിൽ നിറവേറ്റപ്പെട്ടതുമായ ദൈവിക പദ്ധതിയോട് പ്രതികരിക്കുവാനുള്ള മറിയത്തിൻ്റെ ആവേശമാണ് നാം ഇവിടെ കാണുന്നത്. മറിയവും എലിസബത്തും കണ്ടുമുട്ടുന്ന സംഭവത്തിൽ ലൂക്ക സുവിശേഷകൻ ചില സാമ്യങ്ങൾ എടുത്തു കാണിക്കുന്നു. ഒന്ന്, 2 പേരും സ്ത്രീകളാണ്. 2, ഇത് സ്ത്രീകളുടെ ഒരു സംഗമമാണ്. ഇരുവരും ഗർഭിണികളാണ്. 3, 2 പേരുടെയും ഗർഭധാരണം സംഭവിച്ചിരിക്കുന്നത് ദൈവിക ഇടപെടലിലൂടെയാണ്. ഈ പ്രത്യേകതകളുള്ള 2 പേരുടെയും സന്ദർശന വേളയിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിലെ കുഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടി. എലിസബത്ത് ഗർഭിണിയായ കാര്യം മാലാഖയിൽ നിന്ന് മറിയം അറിഞ്ഞതുപോലെ തൻ്റെ ഉദരത്തിലുള്ള ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടിയ അടയാളത്തിലൂടെ മറിയത്തിൽ നിറവേറ്റപ്പെട്ട ദൈവിക പദ്ധതിയെക്കുറിച്ച് എലിസബത്ത് മനസ്സിലാക്കുകയാണ്. അമ്മമാരാകാൻ പോകുന്ന 2 സ്ത്രീകളെ സന്ദർശനത്തിലൂടെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ലൂക്ക പ്രസ്തുത സന്ദർശനത്തിൽ തന്നെ 2 ഗർഭസ്ഥ ശിശുക്കളെയും ബന്ധിപ്പിക്കുന്നുണ്ട്. എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു തുള്ളിച്ചാടുന്നത് മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിലൂടെയാണ്. ഇതിലൂടെ യോഹന്നാൻ മുൻകൂട്ടി തന്നെ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നുവെന്നാണ് ലൂക്ക നൽകുന്ന ഭാഷ്യം. അപ്രകാരം ആരംഭം മുതൽ യോഹന്നാൻ്റെയും യേശുവിൻ്റെയും ജീവിതം പരസ്പരം ബന്ധിതമാണെന്ന് സുവിശേഷകൻ പ്രതിപാദിക്കുന്നു. ലൂക്കായുടെ പ്രവാചക വീക്ഷണത്തിൽ യോഹന്നാനും യേശുവും തമ്മിലുള്ള ആദ്യത്തേതും അദൃശ്യവുമായ ഒരു കൂടിക്കാഴ്ചയാണിത്. പിൽക്കാലത്ത് ലൂക്കായുടെ നിരീക്ഷണപ്രകാരം യോഹന്നാൻ യേശുവിൻ്റെ സത്തയെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം തൻ്റെ ദൗത്യം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ഈ അദൃശ്യമായ കൂടിക്കാഴ്ച ഇടയാക്കുന്നുണ്ട്. ലൂക്കായുടെ വീക്ഷണത്തിൽ യോഹന്നാനെ കുറിച്ചുള്ള യേശുവിൻ്റെ സാക്ഷ്യവും ഇത്തരുണത്തിൽ ബന്ധിപ്പിക്കുവാനാണ്
ലൂക്ക ശ്രമിക്കുന്നത്. മറിയത്തിൽ നിറവേറ്റപ്പെട്ട ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ എലിസബത്ത് മറിയത്തെ പ്രകീർത്തിക്കുന്നു. വെളിപാട് രൂപത്തിലാണ് മറിയത്തെ എലിസബത്ത് പ്രകീർത്തിക്കുന്നത്. ആദ്യ ഭാഗത്ത് മറിയത്തെയും അവൾക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെയും അനുഗ്രഹം എലിസബത്ത് പ്രഖ്യാപിക്കുന്നു. മാതൃത്വമാണ്, അതായത് ഉദരഫലം, ഈ സ്തുതിക്ക് ആസ്പദം. ന്യായാധിപന്മാർ 5:24 മാതൃകയായി കാണുക. മറിയത്തിൻ്റെ ശാരീരിക മാതൃത്വത്തെ സ്തുതിക്കുന്ന എലിസബത്ത്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന യേശുവിൻ്റെ പരസ്യജീവിത കാലത്ത് മറിയത്തെ സ്തുതിച്ച സ്ത്രീക്ക് തുല്യയാണ്. വെളിപാടിൻ്റെ 2-ാം ഭാഗത്ത് എലിസബത്ത് മറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്ന് പ്രകീർത്തിക്കുന്നു. ഈ പ്രഖ്യാപനം മറിയത്തിൻ്റെ ഉദരത്തിലെ കുഞ്ഞിൻ്റെ വ്യക്തിത്വം കൂടുതൽ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന മറിയത്തെ സംബന്ധിച്ച എലിസബത്തിൻ്റെ വാക്കുകൾ സുവിശേഷ രചനാ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിരുന്നിരിക്കണം. ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള യാചനയ്ക്കുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടൊപ്പം കർത്താവിൻ്റെ അമ്മയുടെ സന്ദർശനത്തിൻ്റെ അനുഗ്രഹവും എലിസബത്തിൽ വന്നു ചേരുന്നു. 3-ാമത്തെ വെളിപാട് എലിസബത്തിൻ്റെ ഉദരത്തിലെ കുഞ്ഞിൻ്റെ ചലനത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുകയാണ്. സന്തോഷത്തിൻ്റെ കുതിച്ചു ചാട്ടമായിരുന്നു അത്. കുഞ്ഞിൻ്റെ ജനനത്തിൽ സന്തോഷം ലഭിക്കുമെന്ന് ദൂതൻ സക്കറിയായ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ മറിയത്തിൻ്റെ സന്ദർശനത്തിൽ എലിസബത്തിന് സന്തോഷം ലഭിക്കുന്നു. 4-ാമത്തെ ഓറക്കിൾ അല്ലെങ്കിൽ വെളിപാട് ഒരു ഭാഗ്യമാണ്, ബിയാറ്റിറ്റ്യൂഡ്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചതിനുള്ള ഭാഗ്യമാണ്. മംഗളവാർത്തയും മറിയത്തിൻ്റെ എളിമയോടുള്ള പ്രതികരണവും ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവവചനം നിറവേറുമെന്ന് വിശ്വസിക്കുന്നതിൽ നിന്നാണ് എപ്പോഴും ഭാഗ്യം, ബ്ലെസ്സഡ്നെസ് അല്ലെങ്കിൽ അനുഗ്രഹം ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ലൂക്കാ സുവിശേഷകൻ മറിയത്തിൽ ഉരുവാക്കപ്പെട്ട ശിശു സകല ജനതകളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രക്ഷകനാണ് അഥവാ കർത്താവാണ് എന്ന് എലിസബത്തിൻ്റെ കീർത്തനത്തിലൂടെ വെളിപ്പെടുത്തുന്നു. എലിസബത്തിൻ്റെ കീർത്തനത്തിൽ രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയ്ക്ക് പ്രത്യാശ നൽകുന്ന കാതൽ അടങ്ങിയിരിക്കുകയാണ്. പ്രതിസന്ധികളുടെയും മരവിപ്പിൻ്റെയും കാലങ്ങൾക്കപ്പുറം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു പൂക്കാലമുണ്ട് എന്ന് ഷെല്ലി പറഞ്ഞ ആ സന്ദേശം ഉൾക്കൊള്ളാൻ നാം ഇവിടെ ക്ഷണിക്കപ്പെടുകയാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.